ശ്രേയസ് അയ്യറിനെ ക്രിമിനലിനെ വിളിച്ചിരിക്കുകയാണ് യുവരാജ് സിംഗിൻ്റെ അച്ഛനായ രോഹിത് സിംഗ്. എന്തായാലും കാര്യം എന്താണെന്ന് പറയാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് 100 എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും യോഗിരാജ് സിംഗ് എന്തായാലും എനിക്കൊന്ന് യുവരാജ് സിംഗിനെക്കാട്ടി ഫേമസ് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു. വളരെ എല്ലാം അതായത് ചുമ്മാ ക്രിക്കറ്റേഴ്സിനെ കുറിച്ച് കുറ്റം പറയുക, തൻ്റെ മോൻ ഇങ്ങനെ ആകാനുള്ള കാരണം, അവന് നല്ല അവസരം കിട്ടാനുള്ള കാരണം ധോണിയാണ്, മറ്റുള്ളവരാണ്, കോഹ്ലിയാണെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള ക്രിക്കറ്റേഴ്സിനെല്ലാം കുറ്റം പറയുന്ന ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് യോഗിരാജ് സിംഗ്. എന്തായാലും അതിൽ അദ്ദേഹം ഒരു കുറവും കാണിച്ചില്ല. ഇപ്പോൾ നമ്മുടെ ശ്രേയസ് അയ്യറിനെ ക്രിമിനലിന് വിളിച്ചിരിക്കുകയാണ്. അതായത് പഞ്ചാബ് ഫൈനൽ തോക്കാൻ കാരണം ശ്രേയസ് അയ്യർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ക്രിമിനലിന് വിളിച്ചിരിക്കുകയാണ്. അതായത് ബാക്കിയുള്ള കളിയെല്ലാം വളരെ മികച്ച രീതിയിൽ ടീമിനെ വിജയിപ്പിച്ചെടുത്തു. ഒരു ഫിനിഷർ എന്ന രീതിയിൽ, ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ വിജയിപ്പിച്ചെടുത്തു. പക്ഷേ അത്യാവശ്യം വേണ്ട, അതായത് ഈ ഒരു ഫൈനൽ മാച്ച് എന്താണ് പുള്ളി കാണിച്ചതെന്നാണ് നമ്മുടെ യോഗിരാജ് സിംഗ് പറയുന്നത്. അനാവശ്യം ഒരു ഷോട്ടിന് പോയി ഔട്ടായിപ്പോയി. സോ എന്തായാലും അദ്ദേഹം അതുപോലെ തന്നെ പറയുന്നുണ്ട്, യുവരാജ് സിംഗും MS ധോണിയൊക്കെയാണ് ഇങ്ങനെയുള്ള സാഹചര്യം ഏതാണ്ട് 98ഓളം തോക്കാൻ നിൽക്കുന്ന മാച്ചസോളം വിജയിപ്പിച്ച വ്യക്തികളാണ് യുവരാജ് സിംഗ് എന്നും അതുപോലെ തന്നെ MS ധോണി എന്നൊക്കെ യോഗിരാജ് സിംഗ് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ക്രിക്കറ്റിനെക്കാട്ടി വലുത് താനാണ് എന്നൊക്കെ തോന്നുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് ഈ ശ്രേയസ് അയ്യറിൻ്റെ എന്നൊക്കെ പറയുന്നു. സോ എന്തായാലും ശ്രേയസ് അയ്യർ സെമി ഫൈനലിൽ കാഴ്ചവെച്ച പെർഫോമൻസ് വേറെ ആർക്കും കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പാടാണെന്നാണ് പറയണം. അതായത് ബുംറയുടെ ആ ഒരു യോർക്കറൊക്കെ അദ്ദേഹം 4 അടിക്കുന്നു. 4 അടിച്ചത് പോട്ട്, അതൊക്കെ ഡിഫെൻഡ് ചെയ്ത് അദ്ദേഹം രീതി നോക്കും, അറ്റം വെച്ചാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു മാച്ചിൽ നിങ്ങൾ ശ്രേയസ് അയ്യറിൻ്റെ ഫേസിലേക്ക് ശ്രദ്ധിച്ചാൽ ഈ ഒരു മാച്ച് ഞാൻ ചത്താലും അതായത് അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടായി പോകുന്നതാണ്, വിജയിച്ചിരിപ്പിക്കും എന്നൊരു ഇതോടെയാണ് അദ്ദേഹം നിന്നത്. സോ അതൊക്കെയാണ് വേണ്ടത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഈ യോഗിരാജ് സിംഗ് പറഞ്ഞതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. അതിൽ കാണുന്നത്. ഗുഡ് ബൈ.